ആർക്കും പ്രവേശനാനുമതിയില്ലാത്ത ഇന്ത്യയിലെ ഒരു സ്ഥലം. ഉള്ളിലേക്ക് പ്രവേശിച്ചവരാരെയും പുറത്തേക്ക് കടക്കാൻ അനുവദിക്കാത്ത ഒരു സ്ഥലം. അതെ, നമ്മൾ പറഞ്ഞു വരുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഗ്രൂപ്പിൽ സ്ഥിതി ചെയ്യുന്ന നോർത്ത് സെന്റിനൽ ഐലൻഡിനെ കുറിച്ചാണ്. 1771 ഡിലിജന്റ് എന്ന കപ്പലിൽ സർവേക്ക് വേണ്ടി ഇറങ്ങുന്ന ജോൺ റിച്ചിയും സംഘവുമാണ് ഈ ദ്വീപ് ആദ്യമായി കണ്ടെത്തുന്നത്. എങ്കിലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ദ്വീപിനെ കുറിച്ച് കൂടുതലായി പഠനങ്ങൾ നടത്തുന്നത്. 60,000 വർഷത്തോളമായി വൈദ്യുതിയോ ടെക്നോളജികളോ പുറം ലോകവുമായി യാതൊരു ബന്ധമോ ഇല്ലാതെ ജീവിക്കുന്ന ഇവിടുത്തെ സമൂഹത്തെ സെന്റിനലീസ് ട്രൈബ് എന്നാണ് വിളിക്കുന്നത്. 2006 2 മത്സ്യത്തൊഴിലാളികൾ വഴിതെറ്റി സെന്റിനൽ ദ്വീപിനരികത്തെത്തുകയുണ്ടായി. അവരെക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. അമേരിക്കൻ മിഷണറിയായ ജോൺ അലൻ ചോ ക്രിസ്ത്യാനിറ്റി ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരാളായിരുന്നു. ക്രിസ്തുമത പ്രചരണത്തിനായി നോർത്ത് സെന്റിനൽ ദ്വീപിൽ എത്തിപ്പെടാൻ അലൻ ചോ 3 വട്ടം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യ 2 തവണയും പരാജയമായിരുന്നു. അങ്ങനെ 2018 നവംബർ 17 ഒരു അവസാന ശ്രമത്തിലൂടെ അലൻ ചോ മുതിർന്നു. ഒടുവിൽ സെന്റിനൽ ദ്വീപിൽ എത്തിപ്പെടാൻ സാധിച്ചെങ്കിലും അലൻ ചോവിന് അവിടുന്ന് തിരികെ മടങ്ങാൻ സാധിച്ചില്ല. അലൻ ചോവിനെ സെന്റിനലീസ് ട്രൈബ് അമ്പെയ്ത് കൊലപ്പെടുത്തി എന്നായിരുന്നു അദ്ദേഹത്തെ ദ്വീപിലെത്താൻ സഹായിച്ച മത്സ്യത്തൊഴിലാളി പുറം ലോകത്തെ അറിയിച്ചത്. ദ്വീപിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ത്യ ഗവൺമെന്റ് ഔട്ട്സൈഡേഴ്സിന് പ്രവേശനാനുമതി നിഷേധിച്ചിരിക്കുന്ന നോർത്ത് സെന്റിനൽ ഐലൻഡ് ഇന്നും യാതൊരുവിധ ആധുനിക അധിനിവേശങ്ങളും കൂടാതെ സെന്റിനലീസുകാരുടെ മാത്രം ലോകമായി തുടരുന്നു.